പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ വിദ്യാർത്ഥിനിയെ ഉടൻ സ്കൂൾ മാറ്റില്ലെന്ന് കുടുംബം. ഹൈക്കോടതി നിലപാട് കൂടി അറിഞ്ഞ ശേഷമാകും തീരുമാനം. ഹൈക്കോടതിയിൽ സ്കൂൾ നൽകിയ ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കും എന്നുള്ളതാണ്. ഡാനി ചെയ്യുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഡാനി, ഹൈക്കോടതിയിൽ നിന്നുമുള്ള തീരുമാനം അറിഞ്ഞതിന് ശേഷം മാത്രം മാറ്റം, കുടുംബത്തിൽ നിന്നും കൃത്യമായ ധാരണയ്ക്ക് എത്തുകയാണ് അല്ലേ? അതെ, ഹൈക്കോടതിയിൽ ഈ കേസിൽ ഇവര് കക്ഷി ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിലപാട് അറിഞ്ഞതിന് ശേഷം മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ കുടുംബത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട വക്കീലാണ്, അഭിഭാഷകനാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിലപാടെടുത്തിരുന്നു. ഇവരെ സർക്കാർ ഇത് സംബന്ധിച്ച് ഇറക്കിയ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹൈക്കോടതിയെ സ്കൂൾ അധികൃതർ സമീപിച്ചത്. എന്നാൽ സ്റ്റേ ചെയ്യാൻ വിസമ്മതിക്കുകയും ഇക്കാര്യത്തിൽ എന്താണ് സർക്കാർ നിലപാടെന്നത് ആരായുകയും ചെയ്തിരുന്നു. കേസ് വെള്ളിയാഴ്ച പരിഗണിക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുവരെയും കുട്ടിയെ സ്കൂൾ മാറ്റേണ്ടതില്ല, സർക്കാർ നിലപാട് ഇക്കാര്യത്തിൽ പൂർണ്ണത വ്യക്തമാകട്ടെ എന്നതാണ് ഇപ്പോൾ കുടുംബം പറയുന്നത്. നേരത്തെ ഇനി ആ സെന്റ് റീത്ത സ്കൂളിലേക്ക് ഇനി കുട്ടിയെ വിടുന്നില്ല, അവിടെ നിന്ന് TC വാങ്ങിക്കുകയാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇനിയിപ്പോൾ കോടതി ഇക്കാര്യത്തിൽ എന്ത് തീർപ്പ് കൽപ്പിക്കുന്നു, കോടതി മറ്റേതെങ്കിലും കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ, ഇക്കാര്യത്തിൽ കുട്ടിയെ അവിടെ തുടർന്ന് പഠിപ്പിക്കണം, ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം സർക്കാർ എന്താണ് കോടതി അറിയിക്കുക, അതിന് ആനുപാതികമായിട്ടായിരിക്കും കോടതിയും തീരുമാനമെടുക്കുക. അപ്പോൾ അതുവരെയും കാക്കുക എന്നതാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. തൽക്കാലം സെന്റ് റീത്ത സ്കൂളിലെ നിന്ന് TC വാങ്ങേണ്ടതില്ല എന്നാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഡാനി, അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ പിതാവ് ഒരു മതഭ്രാന്തനാണെന്ന് തുടങ്ങിയ നിരവധി കാര്യങ്ങൾ, വ്യാജ പ്രചരണങ്ങൾ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ എങ്ങനെയാണ് കാരണങ്ങൾ? കാരണം ഇപ്പോൾ ഡാനി പറഞ്ഞതുപോലെ തന്നെ ഈ TC വാങ്ങുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായിരുന്നല്ലോ. അതിൽ നിന്നുമാണ് ഇപ്പോൾ മറ്റൊരു നിലപാട് എടുക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും നിലപാട് അറിഞ്ഞതിന് ശേഷം, തീരുമാനം അറിഞ്ഞതിന് ശേഷം ആകാം തീരുമാനം എന്നതിലേക്ക് വരുന്നു. ഈ കുട്ടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്കൂളിൽ പോകുന്നില്ല, മാനസികമായ സംഘർഷം കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നതും പിതാവും കൂടി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വെള്ളിയാഴ്ച വരെ കാക്കുക എന്നുള്ള നിലപാടിലേക്ക് വരുമ്പോൾ സ്കൂളിലേക്ക് ഇനി ആ കുട്ടി പോവില്ല, ഹൈക്കോടതിയുടെ നിലപാട് വരുന്നത് വരെ എന്നത് വേണം മനസ്സിലാക്കാനല്ലേ? ഹൈക്കോടതി കുട്ടി വെള്ളിയാഴ്ച ഒരു സ്കൂളിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കോടതിയിൽ നിന്ന് തീരുമാനം എന്താണോ വരുന്നത് വരെ, കോടതിയിൽ നിന്ന് വിധി അതിൽ പ്രതികൂലമാവുകയാണെങ്കിൽ അവിടെ നിന്ന് TC വാങ്ങിച്ചുകൊണ്ട് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോകാമെന്നതാണ്. അതേസമയം അനുകൂലമാവുകയാണെങ്കിൽ കുടുംബം അതിനനുസരിച്ച് ആനുപാതികമായി തീരുമാനം എടുക്കാമെന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ ദിവസം വരെയും കുട്ടി വിദ്യാലയത്തിലേക്ക് പോകുക ഇല്ല എന്നത് മാത്രമല്ല, TC വാങ്ങിക്കുന്നത് സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്കും അവർ വരുന്നില്ല. മുഴുവനായും ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും ഇനി കുടുംബം സ്വീകരിക്കുന്ന തുടർ നടപടികൾ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബം ഇനി ഹൈക്കോടതിയുടെ നിലപാട് കൂടി അറിഞ്ഞതിന് ശേഷം തീരുമാനിക്കും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക്. അതുവരെ TC വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല, അതുവരെ മകൾ സ്കൂളിലും പോകുന്നില്ല എന്നുള്ള കുടുംബത്തിന്റെ തീരുമാനത്തിനനുസരിച്ച് തന്നെ കാര്യങ്ങൾ നിൽക്കും. ഏതായാലും പിതാവ് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നത് പ്രിൻസിപ്പളുടെ വാക്കുകൾ കുട്ടിയെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു എന്നത് തന്നെയാണ്. ഈ ഒരു പ്രസ്താവന, പ്രത്യേകിച്ച് ഹിജാബ് ധരിച്ച് കുട്ടി സ്കൂളിലെത്തുന്നത് മറ്റു കുട്ടികളിൽ ഭയമുണ്ടാക്കുന്നു എന്നുള്ള പ്രിൻസിപ്പളുടെ പ്രസ്താവന മകളെ വല്ലാതെ വിഷമിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് പിതാവിൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നത്. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലേക്ക് പോകുന്നില്ല, TC വാങ്ങും എന്നുള്ളൊരു നിലപാടിലേക്ക് ആദ്യം എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ തീരുമാനം മാറുന്നു. ഹൈക്കോടതിയുടെ നിലപാട്, ഹൈക്കോടതിയുടെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമാകും TC വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ രീതിയിലേക്ക് കുടുംബം മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഡാനി പോൾ നൽകുന്നത്. എന്തായാലും ഹർജി വെള്ളിയാഴ്ച ഹൈക്കോടതി പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശം.